വെളിച്ചത്തിൻ്റെ മനോഹര കാഴ്ചകൾ കാണണമെങ്കിൽ ഇങ്ങ് ഷാർജയിൽ എത്തിയാൽ മതി. വാസ്തുശില്പകലകളിൽ വെളിച്ചവും സംഗീതവും ചേർന്നൊരുക്കുന്ന അത്ഭുത കാഴ്ചകളുമായി ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ പുരോഗമിക്കുകയാണ്. 12 ഇടങ്ങളിലായി ഈ മാസം 23 വരെയാണ് ലൈറ്റ് ഫെസ്റ്റിവൽ. വാസ്തുശില്പകലാ വിസ്മയങ്ങളിൽ വെളിച്ചവും സംഗീതവും ചേർന്നൊരുക്കുന്ന അത്ഭുത കാഴ്ചകളാണ് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് ഇത്തവണത്തെ പ്രകാശോത്സവം. ഈ വർഷത്തെ ഫെസ്റ്റിവൽ ലൈറ്റ്സ് ഓഫ് യൂണിറ്റ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് അരങ്ങേറുന്നത്. മുൻ വർഷങ്ങളിലേതിനു പുറമെ 4 പുതിയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ. ഓരോ ഇടങ്ങളിലും വ്യത്യസ്തമായ തീമുകളിലുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഷാർജ റിസർച്ച് ടെക്നോളജി ഇന്നൊവേഷൻ പാർക്ക്, അൽ ഹീര ബീച്ച്, അൽ ദെയ്ദ് ഫോർട്ട്, ലൈറ്റ് വില്ലേജ്, അൽ ജാദ, ഷാർജ മോസ്ക്, വി ആസ്ഥാനം, അൽ ഹമറിയ ന്യൂ ജനറൽ സൂക്ക്, അൽ മജാസ് വാട്ടർ ഫ്രണ്ട്, അൽ തയാരി മോസ്ക്, അൽ റാഫിസ ഡാം, അൽ ഹിഫായ ലേക്ക് എന്നിവിടങ്ങളിലാണ് വെളിച്ചോത്സവം അരങ്ങേറുന്നത്. ഫെസ്റ്റിവലെല്ലാം പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ അൽജാദയിൽ ഫസ്റ്റ് ടൈമാണ്, ഫാമിലി ആയിട്ടാണ് വന്നത്. ലൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് വന്നതാണ്, ഇഷ്ടമായി. പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലൈറ്റ് ഫെസ്റ്റിവൽ കാണാനാവും. എമിറേറ്റിൻ്റെ വാസ്തുവിദ്യയും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കുന്ന വിധത്തിലാണ് ഇത്തവണയും ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. വെളിച്ചത്തിലൂടെ സംസ്കാരത്തിൻ്റെ കഥ പറയുകയാണ് ലക്ഷ്യം. വാദിയുടെ കഥ, ജലജീവൻ്റെ ഉറവിടം, താഴ്വരയുടെ രൂപവൽക്കരണം, വാമൊഴി പാരമ്പര്യം, പുരാതന താമസയിടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൂടെയാണ് ഷാർജയുടെ ചരിത്രം വെളിച്ചത്തിലൂടെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ കണ്ടിട്ട് വളരെ നല്ല അനുഭവമാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. നന്നായിരിക്കുന്നു, ഇനിയും വരണമെന്ന് തോന്നുന്നു. അൽ റാഫിസ അണക്കെട്ടിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന കോർഫിക്കാന്റെ പ്രത്യേക 3D പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന വിധത്തിലാണ് ഉത്സവം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്, നമ്മൾക്ക് നല്ല ഇഷ്ടമായി. ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല, നല്ല സ്മോക്കൊക്കെ ആയിട്ട് നല്ല കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. മോളൊക്കെ ഒരുപാട് കളിച്ചു. ഷാർജ യൂണിവേഴ്സിറ്റി ഹാളിന് മുന്നിലെ ലൈറ്റ് വില്ലേജാണ് ഇത്തവണത്തെ പരിപാടിയുടെ പ്രധാന ആകർഷണം. ചെറുതും വലുതുമായ 70ഓളം സ്ഥാപനങ്ങൾ ലൈറ്റ് വില്ലേജിൽ പ്രദർശനം നടത്തുന്നുണ്ട്. അകത്ത് സ്പെഷ്യാലിറ്റി കോഫി മുതൽ ഉയർന്ന റേറ്റിംഗ് ഉള്ള ബർഗർ സ്പോട്ടുകൾ വരെ. വൈവിധ്യമാർന്ന പാചക രീതികൾ വാഗ്ദാനം ചെയ്യുന്ന 50ലേറെ ഭക്ഷണ ട്രക്കുകളുടെ ഒരു നിരയുമുണ്ട്. അറിവിൻ്റെയും കലയുടെയും പ്രകാശയാത്ര എന്ന പേരിൽ
ഷാർജ പള്ളിയുടെ ചുവരുകൾ ജീവനുള്ള പെയിന്റുകളുടെ ക്യാൻവാസ് ആക്കി മാറ്റുന്നു. ഇതിവിടെ വന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഈ സ്മോക്കും ലൈറ്റ്സും ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു. നല്ല എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിരുന്നു. ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിന് ഷാർജ മോസ്കിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം സൂപ്പറാ. ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ലൈറ്റ് ഫെസ്റ്റ് നടത്തുന്നത്. ഈ മാസം 23 വരെ മേള തുടരും. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെയും വാരാന്ത്യങ്ങളിൽ അർദ്ധരാത്രി 12 മണി വരെയുമായിരിക്കും വെളിച്ചോത്സവം.